ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് റോഡരികിൽ ബോധമില്ലാതെ കിടക്കുന്ന സീതയാണ്. അതേസമയം നാരങ്ങ വെള്ളവുമായിട്ട് വരുന്ന കല്യാണി അമ്മയെ കാണാതെ അന്വേഷിച്ച് നടക്കുന്നു. റോഡരികിൽ കിടക്കുന്ന അമ്മയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് കല്യാണി. തുടർന്ന് കല്യാണി അമ്മയ്ക്കരികിലേക്ക് ഓടിച്ചെല്ലുന്നു. അതേസമയമാണ് ചന്ദ്രലേഖ അതിലേ പോകുന്നത്. സീതയെ കണ്ട് തിരിച്ചറിയുന്ന ചന്ദ്രലേഖ സീതയെ തട്ടി വിളിക്കുമ്പോൾ സീത കണ്ണു തുറക്കുന്നു. തുടർന്ന് സീത ചന്ദ്രലേഖ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നതാണ് കാണിക്കുന്നത്. അതേസമയം മുന്നിൽ ചെന്ന് എങ്ങനെ അഭിനയിക്കണമെന്നുള്ളതിന്റെ പ്രാക്ടീസിലാണ് ഐശ്വര്യ. തുടർന്ന് ഐശ്വര്യയുടെ കൂട്ടുകാരി ഇതുവരെ നടക്കുമോ എന്നും ചിലപ്പോൾ ഇതിന്റെ സോഫ്റ്റ് കോപ്പി അവരുടെ കയ്യിൽ ഉണ്ടെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? എനിക്കും വിശ്വാസമുണ്ട്. അങ്ങനെ ഒരാളുണ്ടെങ്കിലേ ഇപ്പോ ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നിരിക്കുമെന്ന് ഉറപ്പോടെ പറയുകയാണ് ഐശ്വര്യ. വർഷം ഇതേ സമയം രമാനിലയത്തിൽ രമാദേവിയുടെ മകൻ അർജുന്റെ ഭാര്യയായിട്ട് രമാദേവിയുടെ മരുമകളായിട്ട് രമാനിലയത്തിൽ ഞാൻ ഉണ്ടാകും. നിന്റെയൊക്കെ മേഡമായിട്ട് ഇതൊക്കെ നടന്നാൽ മതിയെന്ന് കൂട്ടുകാരി പറയുമ്പോൾ ഇതൊക്കെ എൻ്റെ കോൺഫിഡൻസ് ആണെന്ന് ഉറച്ച വിശ്വാസത്തോടെ പറയുകയാണ് ഐശ്വര്യ. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രലേഖയും സീതയും കല്യാണിയുമാണ്. നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയെന്ന് ചന്ദ്രലേഖ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞങ്ങൾ ചേച്ചി അന്വേഷിച്ച് വന്നതാണെന്നും എൻ്റെ ഫോൺ മിസ്സായിപ്പോയി. ചേച്ചി താമസിച്ച സ്ഥലത്തുനിന്ന് വീട് മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തിരക്കി നടക്കുകയാണെന്നും കല്യാണി പറയുന്നു. തുടർന്ന് സീതയോടും മോളോടും തൻ്റെ ഒപ്പം വരാനായി നിർബന്ധം പിടിക്കുകയാണ് ചന്ദ്രലേഖ. പിന്നീട് കാണിക്കുന്നത് അർജുൻ ഓഫീസിലെത്തിയിരിക്കുന്നതാണ്. അർജുനോട് ഫയൽ സൈൻ ചെയ്തോളാനായി എല്ലാവരും പറയുകയാണ്. തുടർന്ന് അർജുൻ മാനേജറിനോട് ചോദിക്കുമ്പോൾ അത് സാറിൻ്റെ കയ്യിലല്ലായിരുന്നോ എന്ന് മാനേജർ ചോദിക്കുന്നു. അപ്പോഴാണ് താൻ ഫയൽ എടുത്തിട്ടുള്ളെന്നുള്ള കാര്യം അർജുൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രാഹുകാലമല്ലേ, അതൊന്ന് കഴിയട്ടെ, ഒരു 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ പുറത്തേക്ക് ഇറങ്ങുന്നു. തുടർന്ന് അർജുൻ ഡ്രൈവറിനെ വിളിച്ച് കാറിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുണ്ടെന്നും അതെടുത്തുകൊണ്ട് ഓഫീസിലേക്ക് വരാനുമായി പറയുന്നു. സാർ, കാറിൻ്റെ ഉള്ളിൽ ഫയലൊന്നുമില്ലെന്ന് ഡ്രൈവർ വിളിച്ചു പറയുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് അർജുൻ. അതേസമയമാണ് ഐശ്വര്യ ഫയലുമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. തുടർന്ന് റിസപ്ഷനിലിരിക്കുന്ന പെൺകുട്ടി അർജുനെ വിളിക്കുകയാണ്. സാർ, സാറിനെ ഏൽപ്പിക്കാനായിട്ട് ഒരു പെൺകുട്ടി ഒരു ഫയലുമായിട്ട് വന്നിട്ടുണ്ട്. തുടർന്ന് ഐശ്വര്യ അർജുന ഫയല് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തതിന് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യാമെന്ന് അർജുൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ടെന്ന് സാറിന് മീറ്റിംഗ് ഉള്ളതല്ലേ, പോയിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് ഐശ്വര്യ പോകുന്നു. പെട്ടെന്ന് തന്നെ അർജുൻ വീണ്ടും ഐശ്വര്യയെ പുറകിൽ നിന്ന് വിളിക്കുകയാണ്. നമുക്ക് കഫറ്റീരിയയിൽ പോയി ഒരു കോഫി കുടിക്കാമെന്ന് അർജുൻ പറയുമ്പോൾ അതൊന്നും വേണ്ടെന്നും പിന്നീട് ഒരിക്കലാകാമെന്നും പറഞ്ഞുകൊണ്ട് ഐശ്വര്യ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രമാദേവിയാണ്. രമാദേവി നരേന്ദ്രനെ വിളിച്ച് മണിമാല കിട്ടാത്തതിന്റെ ദേഷ്യമെല്ലാം തന്നെ പറഞ്ഞു തീർക്കുകയാണ്. ചേച്ചിക്കറിയാമല്ലോ മണിമാലയുടെ ശക്തി, അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ മാത്രമേ ഇരിക്കാറുള്ളൂ. ചേച്ചിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് ചേച്ചിയുടെ കയ്യിൽ തന്നെ വരുമെന്ന്. മറ്റൊരു കാര്യം കൂടി ചേച്ചിക്കറിയാലോ, മണിമാല അർഹതപ്പെട്ടവരുടെ കയ്യിലല്ല വന്നിരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അവരത് ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ അഗ്നിബാധയ്ക്ക് ഇരയാകും. അതേസമയം തന്നെയാണ് കല്യാണിയും സീതയും ചന്ദ്രലേഖയ്ക്കൊപ്പം രമാനിലയത്തിലേക്ക് എത്തുന്നത്. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ രമയുടെ സാരിക്ക് തീ പിടിച്ചത് കാണുന്ന സീത ഓടിച്ചെന്ന് തീ അണയ്ക്കുകയാണ്. തീ അണയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ അറിയാതെ രമാദേവിയെ പിടിച്ച് തള്ളുകയാണ് സീത. പെട്ടെന്ന് തന്നെ സീതയുടെ കരണം പുകച്ചൊന്ന് കൊടുക്കുകയാണ് രമാദേവി. ഇത് കാണുന്ന കല്യാണി ദേഷ്യത്തോടെ രമാദേവിക്ക് നേരെ വിരൽ ചൂണ്ടിയതിനു ശേഷം അവിടെ നിന്ന് സീതയും കൂട്ടിക്കൊണ്ട് ഇറങ്ങുന്നു. കല്യാണിയുടെ പെട്ടെന്നുള്ള പെരുമാറ്റത്തിൽ അമ്പരന്ന് നിൽക്കുന്ന രമാദേവിയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് തിരികെ പോകാനിറങ്ങുന്ന കല്യാണിയും സീതയും തിരികെ വിളിച്ചുകൊണ്ടുവരുന്ന ചന്ദ്രലേഖയാണ്. അങ്ങനെ അവർ വരുമ്പോൾ കാണുന്ന കാഴ്ച സീത തൊട്ടിരുന്ന ആ പട്ടുസാരി കത്തിക്കുന്ന രമാദേവിയാണ്. ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് കല്യാണി. ചന്ദ്രലേഖ ചെന്ന് അവരെ കൂടി വീട്ടിൽ താമസിപ്പിക്കാനുള്ള അനുവാദം ചോദിക്കുകയാണ്. ആ പെണ്ണിന് അല്പം അഹങ്കാരം കൂടുതലാണെന്നും അത് കുറച്ചിട്ടേ അവൾ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കുകയുള്ളെന്നും രമാദേവി പറയുന്നു. അതേസമയം രമാദേവിയെ നോക്കി ദേഷ്യത്തോടെ കല്യാണി മനസ്സിൽ പറയുകയാണ്, എൻ്റെ അമ്മയെ കൈനീട്ടിയടിച്ച് അവരെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. ചേച്ചിയെ കണ്ടെത്തുന്നത് വരെ ഇതാണ് നിങ്ങളുടെ വീടെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രലേഖ സീതയും കല്യാണിയും ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുപോകുന്നു. അതേസമയമാണ് ഒരു കാറിന്റെ ഹോൺ കേൾക്കുന്നത്. ഡ്രൈവർ സിലിണ്ടറുമായിട്ട് വന്നു കാണുമെന്ന് ചന്ദ്രലേഖ പറയുമ്പോൾ ഞാൻ പോയി ഗേറ്റ് തുറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി പുറത്തേക്ക് ഓടുന്നു. അതേസമയം വന്നിട്ടുണ്ടായിരുന്നത് മഹി ആയിരുന്നു. രണ്ടുപേരും പരസ്പരം കണ്ട് അമ്പരപ്പോടെ നിൽക്കുകയാണ്. തുടർന്ന് മഹി അകത്തേക്ക് കയറുമ്പോൾ മഹി ഇവിടുത്തെ ഡ്രൈവറാണോ എന്ന് കല്യാണി ചോദിക്കുന്നു. അതേന്ന് മഹിയും പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ആഹാരം കഴിക്കാനിരിക്കുന്ന സമയത്ത് മഹിയുടെ കയ്യിലെ വാച്ച് ഇല്ലെന്നുള്ള കാര്യം ശ്രദ്ധിക്കുന്ന രമാദേവിയാണ്. അത് ആർക്കെങ്കിലും ദാനം ചെയ്തിട്ടുണ്ടാകും. ഞാനും ഇവനും ഉണ്ടാക്കി വെച്ചതിൽ വെച്ച് നീ ദാനം കൊടുക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ രമാദേവിയും അർജുനും ആഹാരം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് എഴുന്നേറ്റ് പോവുകയാണ്. അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ടെന്ന് മുത്തശ്ശി പറയുമ്പോൾ ഇല്ലെങ്കിലും ഞാൻ ആഹാരമൊന്നും വേസ്റ്റ് ചെയ്യില്ലെന്ന് മഹി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മുത്തുമാല നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന കല്യാണിയാണ്. തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും മരണത്തിന് കാരണക്കാരായത് ആരാണെങ്കിലും
എന്നെ കാണിച്ചു തരണേ ദേവിയെന്ന് പ്രാർത്ഥിക്കുകയാണ് കല്യാണി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.